Hello children, welcome to Kids Area Online. Exam എങ്ങനെയുണ്ടായിരുന്നു? 4ാം ക്ലാസ്സിലെ മാത്സ് എക്സാം ഈസി ആയിരുന്നു അല്ലേ? ടീച്ചർ ഇന്നലെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേർ കണ്ടിട്ടുണ്ടായിരുന്നു? ഈസി ആയില്ലേ? അത് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സാം നല്ലതുപോലെ എഴുതാനായിട്ട് കഴിഞ്ഞില്ലേ? യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിയാലോ? ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് അറിയാവോ? മലയാളം അക്ഷരങ്ങൾ മുതൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഇത് നിങ്ങൾക്ക് കൂട്ടി വായിക്കാനും കൂട്ടി എഴുതാനും ഒത്തിരി കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അവരെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും പഠിപ്പിക്കുന്ന ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. ഗണിതം പാടായിട്ടുള്ള ഒത്തിരി കുട്ടികൾ, മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്ക് മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ്സസ് എല്ലാം ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. അതിനു പുറമെ മറ്റൊരു കാര്യം, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് എക്സാം സ്വന്തമായിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതണ്ടേ? അപ്പോൾ സെൻറ്റൻസ് ക്രിയേഷൻ വേണ്ടേ? അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണ്ടേ? അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. LKG കുട്ടികൾക്കും UKG കുട്ടികൾക്കും അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് LKG UKG റിവിഷൻ ക്ലാസ്സസ് ഉണ്ട്. അതിനു പുറമെ മറ്റൊരു ക്ലാസ് കൂടിയുണ്ട് കേട്ടോ. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക്, അതായത് 1ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ എഴുതാനും വായിക്കാനൊക്കെ പഠിക്കണം. അക്ഷരങ്ങളൊക്കെ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. മാത്തമാറ്റിക്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്കാണ് കേട്ടോ സ്പെഷ്യൽ ക്ലാസ്സസ് എല്ലാ സബ്ജക്ട്സും ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിപ്പോൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ ബേസിക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കും അതിൽ ജോയിൻ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്കറിയാം 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എക്സാം ക്ലാസ് നടക്കുവാണ്. പ്രീ KG ക്ലാസ്സസും LKG UKG റെഗുലർ ക്ലാസ്സസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ് ട്യൂഷൻ ഉണ്ടാവും. പ്രീ KG ക്ലാസ്സസ്, LKG UKG എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം ആ ക്ലാസ്സിൻ്റെ കൂടുതൽ ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട്. 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. റിപ്ലൈ നൽകാൻ വൈകിയാൽ പേടിക്കേണ്ട, ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ നൽകും. എല്ലാവർക്കും റിപ്ലൈ നൽകും കേട്ടോ. മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ STD4 ആനുവൽ എക്സാം 2023-2024 മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ. ഈ ക്വസ്റ്റ്യൻ ഇന്നലെ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് ചെയ്തുവല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ പിക്ചർ. വാട്ട് പാർട്ട് ഓഫ് ദ പിക്ചർ ഈസ് ഷെയ്ഡഡ്? റൈറ്റ് ഇൻ ദ ബോക്സ് ഗിവൺ ബിലോ. ഇതിൽ എത്ര പാർട്ടുണ്ട്, അതിലെത്ര കളർ ചെയ്തിട്ടുണ്ട്? 1/2 എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ പഠിപ്പിച്ച് ഓർമ്മയുണ്ടോ? യെസ്. ടോട്ടൽ എത്ര പാർട്ടുണ്ട് താഴെ എഴുതണം, കളർ ചെയ്തത് മുകളിൽ എഴുതണം എന്ന് ടീച്ചർ പഠിപ്പിച്ചായിരുന്നു. അങ്ങനെ ABCD കറക്റ്റായിട്ട് ആൻസർ എഴുതിയല്ലോ. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ടീച്ചർ പഠിപ്പിച്ചത്. കളർ 1/4 പാർട്ട് ഓഫ് ദ ഗിവൺ റെക്റ്റാങ്കിൾ. 1/4 പാർട്ട് കളർ ചെയ്യാൻ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ടീച്ചർ പഠിപ്പിച്ചു. അതും നിങ്ങൾ നല്ലതുപോലെ ചെയ്തല്ലോ. യെസ്. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി 2 പോകാം. ഗണിതോത്സവം. രജനി ടീച്ചർ bought crayons and 3 jigsaw boxes for conducting Ganidolsavam in the school. She gave 846 rupees for crayons and 855 rupees for 3 jigsaw boxes. ഇതിൻ്റെ വേറൊരു രീതിയിലായിരുന്നു ടീച്ചർ പഠിപ്പിച്ചിരുന്നത്. ഇതും നിങ്ങൾ ആൻസർ നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാവും. 9 boxes of crayons were bought. How much does a box of crayons cost? 9 ബോക്സ് ക്രയോൺസ് ആണ് മേടിച്ചത്. എന്നാൽ 9 ബോക്സ് ക്രയോൺസ് ആണ് മേടിച്ചത്. എന്നാൽ ഒരു ബോക്സിന് എത്രയായി എന്നാണ് ചോദിക്കുന്നത്. ആൻസർ കറക്റ്റായിട്ട് എഴുതിയില്ലേ? ഇതിൻ്റെ ആൻസർ ടീച്ചർ മറ്റൊരു ക്ലാസ്സിൽ ഇടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് നൽകാം. ജിക്സോ ബോക്സസ് were given to 3 children. What is the price of a box? See question. 120 students who participated in Ganidolsavam were given feast. It cost Rs 130 for each child. How much does it cost in total? Total എത്രയായി? അപ്പോൾ ABC ഗണിതോത്സവം
അതിൽ ടീച്ചർ വാങ്ങിക്കൊടുത്ത ബോക്സിനെ കുറിച്ച്, ക്രയോൺസിനെ കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു രണ്ടാമത്തെ ആക്ടിവിറ്റിയായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തെ ആക്ടിവിറ്റിയായിട്ട് ചോദിച്ചിരുന്നത് ഇതേ ക്വസ്റ്റ്യൻ ടീച്ചർ മറ്റു രീതിയിൽ പഠിപ്പിച്ചായിരുന്നു എന്നല്ലേ. ഒബ്സർവ് ദ ടേബിൾ ആൻഡ് മാച്ച് ദ കറക്റ്റ് പേഴ്സ് ബൈ ഡ്രോയിങ് ലൈൻസ്. 1 സോവറിൻ എന്ന് പറഞ്ഞാൽ 8 grams ആണ്. 1 കിൻഡിൽ എന്ന് പറഞ്ഞാൽ 100 kilograms ആണ്. ഇങ്ങനെ 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 kilogram. ഇതുപോലെ എന്ത് ചെയ്യണം, തിരിക്കാനുള്ളതായിരുന്നു, മാച്ച് ചെയ്യാനുള്ളതായിരുന്നു മൂന്നാമത്തെ ആക്ടിവിറ്റി. ഇതും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവും. നാലാമത്തെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ദ പാറ്റേൺ. 10,000, 20,000, 30,000, അതുപോലെ 55,000, 45,000, 35,000, 25,000, അതുപോലെ തന്നെയാണ് നോക്കിയേ. 29,841, 29,842, 29,843, 29,844, അതുപോലെ പോകും. 43,200, 45,300, 47,400 എത്ര വീതം കൂട്ടി വരുന്നു നോക്കിയിട്ട് അറിയാലോ. അങ്ങനെ നാലാമത്തെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ദ പാറ്റേൺ ആണ്. ഇതിലിനൊരു ഈ ക്വസ്റ്റ്യൻ കൂടെയുണ്ട്. Observe the picture pattern given below and draw the next picture. റൈറ്റിലേക്ക്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, അതുപോലെ. ഓക്കെ. അഞ്ചാമത്തെ ആക്ടിവിറ്റി ആനുവൽ ഡേ ആണ്. Puchakad Government Higher Secondary School is celebrating its annual days. Students who excelled in various fields are congratulated. അപ്പോൾ പൂച്ചക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആനുവൽ ഡേ സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ ഒത്തിരി ഫീൽഡിൽ നിന്നാണ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ കിട്ടി. ഒന്നാമത്തേത് 50 mementos each cost Rs 100 were given. 50 മെമെൻറ്റോസിന് ഓരോരുത്തർക്ക് എത്ര കൊടുത്തു? 100 രൂപ വെച്ച് നൽകി. വാട്ട് ഈസ് ദ ടോട്ടൽ സ്പെൻഡ് ഫോർ മെമെൻറ്റോസ്? എന്നാൽ മെമെൻറ്റോസിൻ്റെ ടോട്ടൽ എത്ര സ്പെൻഡ് ചെയ്തു? അതായിരുന്നു എ ക്വസ്റ്റ്യൻ. 210 students of LP section were given mathematics kit which cost Rs 150 each to prepare mathematics lab at home. How much was spent for this? 210 കുട്ടികളാണുള്ളത്. ഒരു കുട്ടിക്ക് 150 രൂപ വെച്ചാണ് മാത്തമാറ്റിക്സ് ലാബ് വീട്ടിൽ സെറ്റ് ചെയ്യാനായിട്ട് നൽകിയത്. എന്നാൽ എത്ര രൂപ ചിലവായി? വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് മെമെൻറ്റോസ് ആൻഡ് മാത്തമാറ്റിക്സ് കിറ്റ്? മെമെൻറ്റോസിനും മാത്തമാറ്റിക്സിനും കൂടെ കിറ്റിനും കൂടെ ടോട്ടൽ എത്ര രൂപ ചിലവായി? ആക്ടിവിറ്റി 6 ഒളിമ്പിക്സ് ആയിരുന്നു. ദ മെഡൽ ലിസ്റ്റ് ഓഫ് കൺട്രീസ് ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ടോക്കിയോ ഒളിമ്പിക്സ് 2020 ഈസ് ഗിവൺ ഇൻ ദ ടേബിൾ ബിലോ. നോക്കാം, ഒളിമ്പിക്സിൻ്റെ 2020യുടെ ടേബിൾ നോക്കാം. അമേരിക്ക ഗോൾഡ് 39, സിൽവർ 40, ബ്രോൺസ് 33, ടോട്ടൽ 112 മെഡൽസാണ് കിട്ടിയിട്ടുള്ളത്. ചൈനയ്ക്ക് ടോട്ടൽ 89 മെഡൽസ് കിട്ടി. ജപ്പാന് 57, ജർമ്മനിക്ക് 64. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി ഗോട്ട് മോർ മെഡൽസ് ഇൻ ഒളിമ്പിക്സ്? ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ കിട്ടിയ രാജ്യം ഏതാണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി ഗോട്ട് മോർ സിൽവർ മെഡൽസ് ദാൻ ദ ഗോൾഡ്? ഗോൾഡിനേക്കാളും സിൽവർ മെഡൽ കൂടുതൽ കിട്ടിയത് ആർക്കാണ്? ഗോൾഡിനേക്കാളും സിൽവർ മെഡൽ കൂടുതൽ കിട്ടിയത് ആർക്കാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രീസ് ഗോട്ട് മോർ ബ്രോൺസ് മെഡൽ ദാൻ സിൽവർ മെഡൽ? ഏത് കൺട്രിക്കാണ് ബ്രോൺസ് മെഡൽ കൂടുതൽ കിട്ടിയത്? സിൽവർ മെഡലിനേക്കാളും ബ്രോൺസ് മെഡൽ കൂടുതൽ കിട്ടിയത് ഏത് കൺട്രിക്കാണ്? ഏതൊക്കെ കൺട്രീസിനാണ്? ഒബ്സർവ് ദ ടേബിൾ ആൻഡ് പ്രിപ്പയർ എ ക്വസ്റ്റ്യൻ. ഇത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്നും നിങ്ങൾ തയ്യാറാക്കണം. ഇതുപോലൊരു ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിൽ ടീച്ചർ ഇന്നലെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നിങ്ങൾ ശ്രദ്ധയോടെ എഴുതി കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ നല്ലതുപോലെ വായിച്ച്, കൂൾ ഓഫ് ടൈമിൽ നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ആൻസർ എഴുതി കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഫുൾ സ്കോറും നേടാൻ കഴിയുന്നതായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോളൂ. ഓക്കെ ചിൽഡ്രൻ, ബൈ, താങ്ക് യു. ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് അറിയാവോ? മലയാളം അക്ഷരങ്ങൾ മുതൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഇത് നിങ്ങൾക്ക് കൂട്ടി വായിക്കാനും കൂട്ടി എഴുതാനും ഒത്തിരി കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അവരെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും പഠിപ്പിക്കുന്ന ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. ഗണിതം പാടായിട്ടുള്ള ഒത്തിരി കുട്ടികൾ, മാത്സ്
ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്ക് മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ്സസ് എല്ലാം ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. അതിനു പുറമേ മറ്റൊരു കാര്യം, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് എക്സാം സ്വന്തമായിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതണ്ടേ? അപ്പോൾ സെൻറ്റൻസ് ക്രിയേഷൻ വേണ്ടേ? അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണ്ടേ? അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. LKG കുട്ടികൾക്കും UKG കുട്ടികൾക്കും അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് LKG UKG റിവിഷൻ ക്ലാസ്സസ് ഉണ്ട്. അതിനു പുറമെ മറ്റൊരു ക്ലാസ് കൂടിയുണ്ട് കേട്ടോ. 1-ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക്, അതായത് 1-ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ എഴുതാനും വായിക്കാനൊക്കെ പഠിക്കണം. അക്ഷരങ്ങളൊക്കെ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. മാത്തമാറ്റിക്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് 1-ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്കാണ് കേട്ടോ സ്പെഷ്യൽ ക്ലാസ്സസ് എല്ലാ സബ്ജക്ട്സും ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിപ്പോൾ 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ ബേസിക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കും അതിൽ ജോയിൻ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്കറിയാം 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എക്സാം ക്ലാസ് നടക്കുവാണ്. പ്രീ-KG ക്ലാസ്സസും LKG UKG റെഗുലർ ക്ലാസ്സസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ ഉണ്ടാവും. പ്രീ-KG ക്ലാസ്സസ്, LKG UKG എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം ആ ക്ലാസ്സിൻ്റെ കൂടുതൽ ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട്. 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. റിപ്ലൈ നൽകാൻ വൈകിയാൽ പേടിക്കേണ്ട, ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ നൽകും. എല്ലാവർക്കും റിപ്ലൈ നൽകും കേട്ടോ.